നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ് സി എം എന്താണ്? സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. എന്താണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്? നമ്മൾ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പറഞ്ഞു. അപ്പോൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്താണ്? അതും ഏകദേശം ഈ ഒരു രീതിക്ക് തന്നെ അല്ലേ ഇതിൻ്റെ ഒരു കണക്ഷൻ വന്ന് കിടക്കണം എന്നുള്ളതാണ്. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. Supply chain management is described as an umbrella concept that links various activities from raw material movement to delivery of finished goods into high performance business model. Logistics is a vital component within this broader system, focusing on the movement and storage of goods and information. SCM എന്താണ്? സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. എന്തിൻ്റെയൊക്കെ ഒരു അംബ്രല്ല കൺസെപ്റ്റ് ആണ്, എല്ലാം ഒരു കുടക്കീഴിലാണ് എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. ദാറ്റ് ലിങ്ക്സ് വേരിയസ് ആക്ടിവിറ്റീസ്. ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് ലിങ്ക് ചെയ്യുന്നത്? റോ മെറ്റീരിയൽസിന്റെ മൂവ്മെന്റ് തൊട്ടിട്ട് ഡെലിവറി ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് വരെ ഹൈ ബിസിനസ് പെർഫോമൻസ് മോഡലിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എന്നാലോ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രോഡർ സിസ്റ്റം ആണ്, ഫോക്കസിങ് ഓൺ മൂവ്മെന്റ് തൊട്ടിട്ട് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് ആൻഡ് ഇൻഫർമേഷന്റെ സ്റ്റോറേജും കൂടിയാണ് ഇതിൽ പറയുന്നത്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കൺസെപ്ഷ്യൽ ഫ്രെയിംവർക്ക്. എന്തൊക്കെ കൺസെപ്ഷ്യൽ ഫ്രെയിംവർക്ക് ആണെന്ന് നോക്കാം. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് integrating function that links major business processes and organization including suppliers, distributors and retailers into a unified system. ഈ ഒരു ഓർഗനൈസേഷനെയും സപ്ലയേഴ്സിനെയും ഡിസ്ട്രിബ്യൂട്ടറിനെയും റീറ്റെയിലേഴ്സിനെ എല്ലാവരും ഒരു യൂണിഫൈഡ് ഒറ്റൊരു സിസ്റ്റത്തിന്റെ ഉള്ളിലാക്കി മാറ്റുക എന്നുള്ളതാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ഫ്രം എ ഫോക്കസ് ഓഫ് സിമ്പിൾ ലേബർ ഇന്റൻസീവ് പ്രോസസ് ടു മാനേജിങ് എക്സ്ട്രാ ഓർഡിനറി കോംപ്ലക്സ് ഗ്ലോബൽ നെറ്റ്വർക്ക് യൂസിങ് അഡ്വാൻസ്ഡ് ഇൻഫർമേഷൻ ടെക്നോളജി. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്തിട്ട് അവർ എല്ലാ കാര്യങ്ങളും ചെയ്യാണ്? ഒറ്റൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒറ്റൊരു ഗ്ലോബൽ നെറ്റ്വർക്കിന്റെ അണ്ടറിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. എന്തൊക്കെയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ? പറയുമ്പോൾ ചിലപ്പോൾ രണ്ടും ഒരേപോലെ തോന്നുന്നുണ്ട്, പക്ഷേ കുറച്ചൊക്കെ എവിടെയൊക്കെയോ മാറ്റുണ്ട്. അപ്പൊ എന്തൊക്കെയാന്ന് നോക്കാം. ലോജിസ്റ്റിക്സ് ഈസ് ദ സ്പെസിഫിക് പാർട്ട് ഓഫ് SCM. അതായത് എന്താണ്? ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു പാർട്ട് മാത്രമാണ്. ദാറ്റ് പ്ലാൻസ്, അത് പ്ലാൻ ചെയ്യും, കൺട്രോൾ ചെയ്യും എഫിഷ്യന്റ് ഫ്ലോ ആൻഡ് സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു മീറ്റ് കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് എഫിഷ്യന്റ് ആയിട്ടുള്ള ഫ്ലോയും അതേപോലെ തന്നെ സ്റ്റോറേജ് ഓഫ് ഗുഡ്സും ആണ് ചെയ്യാം. അതേപോലെ തന്നെ സർവീസും ആണ് ലോജിസ്റ്റിക്സ് ചെയ്യുക. എന്നാലോ SCM എന്ന് പറയുന്നത് ബ്രോഡർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അതെന്താണ്? ഇൻവോൾവിംഗ് സിസ്റ്റമാറ്റിക് കോർഡിനേഷൻ ഓഫ് ട്രഡീഷണൽ ബിസിനസ് ഫംഗ്ഷൻസ് across multiple companies to improve long-term performance and gain a competitive advantage. ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടാനും അതേപോലെ തന്നെ എന്താണ് ലോങ് ടേം ആയിട്ടുള്ള പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും എന്താണ് മൾട്ടിപ്പിൾ കമ്പനീസിന് ഫംഗ്ഷൻ ചെയ്യുന്നുള്ളത് എന്നാണ് ഈ ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ലോജിസ്റ്റിക്സിൽ നിന്ന് വ്യത്യസ്തമാണത്. എന്തൊക്കെയാണ് ഇതിന്റെ ആക്ടിവിറ്റി നോക്കാം, അതേപോലെ തന്നെ പ്രോസസ്സ് നോക്കാം. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്തൊക്കെയാണ്? സ്ട്രാറ്റജിക് പ്ലാനിങ് ഓഫ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. റിസോഴ്സസ് എങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കണം, അതേപോലെ തന്നെ സോഴ്സിംഗ് റോ മെറ്റീരിയൽസ് ഫ്രം ബെസ്റ്റ് സപ്ലൈസ്. നമുക്ക് നമ്മളെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റോ മെറ്റീരിയൽസ് നല്ല ബെസ്റ്റ് സപ്ലൈസിൻ്റെ അടുത്ത് സോഴ്സ് ചെയ്യുക എന്നുള്ളതും അതൊരു ആക്ടിവിറ്റിയാണ്. ദെൻ ഇറ്റ് എൻകംപസസ് പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ്. പ്രൊഡക്ഷൻ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ഷെഡ്യൂൾ ചെയ്യുക. ഡെലിവറി അത് ആ സാധനം എവിടെ എപ്പോൾ എങ്ങനെ റൈറ്റ് ടൈമിൽ റൈറ്റ് പ്രൈസിൽ അത് ആ ഒരു സംഭവം ആ ഒരു ലോജിസ്റ്റിക്സ് വഴി എങ്ങനെ ഡെലിവറി ചെയ്യാം. ദ റിട്ടേൺ ഓഫ് ഗുഡ്സ് ഓഫ് ഫോർ എക്സസ് ഓർ ഡിഫക്റ്റീവ് പ്രൊഡക്റ്റ്. റിട്ടേൺ ചെയ്യുന്നത് എങ്ങനെയൊക്കെ? എക്സസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ല ഡിഫക്റ്റീവ് പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യാം, റിട്ടേൺ ചെയ്യാന്നൊക്കെ ഉള്ളതാണ് ഈ ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ ആക്ടിവിറ്റി. ദെൻ ഇതിന്റെ പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻക്ലൂഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് CRM ടു ബിൽഡ് സ്ട്രോങ് ടൈസ്. കസ്റ്റമർ റിലേഷന് നല്ല രീതിയിൽ ഒരു സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കീ പ്രോസസ്സാണ് CRM. then എന്താണ് ഡിമാൻഡ് മാനേജ്മെന്റ് ടു അണ്ടർസ്റ്റാൻഡ് കസ്റ്റമർ നീഡ്സ്. കസ്റ്റമറിന്റെ നീഡ്സ് അറിഞ്ഞിട്ട് ഡിമാൻഡ് അത് മാനേജ് ചെയ്യുക. ദെൻ ഓർഡർ ഫുൾഫിൽമെന്റ്. പിന്നെ വേറെ എന്തൊക്കെയുള്ളത്? സപ്ലൈ റിലേഷൻഷിപ്പ് ഉണ്ട്, മാനുഫാക്ചറിങ് ഫ്ലോ ഉണ്ട്, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ഉണ്ട്, റിട്ടേൺ മാനേജ്മെന്റ് ഉണ്ട്. ഇതാണ് SCMന്റെ പ്രോസസ്സുകൾ. പിന്നെ എന്താണ് അപ്ലിക്കേഷൻ ടൂൾസ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ ഏരിയാസുകൾ ഏതൊക്കെയാണ് നോക്കാം. ഏതൊക്കെ തരത്തിലാണ് ടൂൾസ് ഫോർ സപ്ലൈ മാനേജ്മെന്റ്? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഉണ്ട്, പിന്നെ എന്തൊക്കെയാണ് കൊളാബറേഷൻ പോർട്ടൽസ് ഉണ്ട്, അഡീഷണൽ സെക്യൂരിറ്റി കംപ്ലൈൻസ് ടൂൾസ് പ്രൊട്ടക്ട് സെൻസിറ്റീവ് ഡാറ്റ ഒക്കെ ചെയ്യാനുള്ള ഏതൊക്കെ ഏരിയാസുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ ടൂളുകളാണ് ഇതിൽ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഷിപ്പിംഗ് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടുള്ള അവരൊരു സിമ്പിൾ ആയിട്ടുള്ള ടൂൾ വേ ടു കീപ് ട്രാക്ക് ആൾ ഷിപ്മെന്റ്സ്. എല്ലാ
എന്ത് ട്രാക്ക് ചെയ്യാണ്, ഷിപ്പുകൾ ട്രാക്ക് ചെയ്യാന്നുള്ളതാണ്. നെറ്റ്വർക്ക് ടെക്നോളജി പ്രൊവൈഡ് റിയൽ ടൈം അലേർട്സ് അപ്ഡേറ്റ് ടു എവറി പാർട്ടി ഇൻവോൾവഡ് ഇൻ ദ ട്രാൻസാക്ഷൻ ഓഫ് ദി സിറ്റുവേഷൻ ആൻഡ് പൊട്ടൻഷ്യലി സോൾവ് എ പ്രോബ്ലം ബിഫോർ ഇറ്റ് കംസ് എ ലാർജ് ഇഷ്യൂ. ഒരു പ്രശ്നം വലുതാവണില്ലാതെ മുമ്പേ എന്ത് ചെയ്യും, അതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ട്രാക്ക് ചെയ്തിട്ട് നെറ്റ്വർക്ക് ടെക്നോളജീസ് റിയൽ ടൈം അലേർട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതൊക്കെ ട്രാക്ക് ചെയ്ത് സിറ്റുവേഷനൊക്കെ ചെറിയ രീതിയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓർഡർ പ്രോസസ്സിംഗ് എങ്ങനെയാണ്? സോഫ്റ്റ്വെയർ ഈസ് അവൈലബിൾ ദാറ്റ് പ്രൊവൈഡ്സ് ഓർഡർ പ്രോസസ്സിംഗ് ടൂൾസ് മേക്കിംഗ് ടാസ്ക് ഈസിയർ ആൻഡ് മോർ എഫിഷ്യൻറ്റ്. ഓരോ ഓർഡർ പ്രോസസ്സിംഗ് ടൂൾസും എന്താ ചെയ്യുന്നത്, ടാസ്ക് ഈസിയർ ആക്കുക, മോർ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് പ്രോസസ്സിംഗ് ടൂൾസ് ഉണ്ട്. ബില്ലിങ്, സെയിൽസ് ഓർഡർ പ്രോസസ്സിംഗ്, ഓർഡർ മാനേജ്മെന്റ്, ഓർഡർ ഫുൾഫിൽമെന്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഇത് എന്തും കൂടി ചെയ്യാൻ ടൈം ഇൻവോൾവ് ആർ കൺവെൻഷണൽ പ്രോസസ് ടെൻ ടു ഓർഡർ വിച്ച് ആർ മാനുവലി ജനറേറ്റഡ്. അതെന്താണ്, ടൈമിംഗ് കൂടി മാനുവലി ജനറേറ്റഡ് ആയിട്ടുള്ള ടൈമിംഗ് കൂടി ഇവിടെ എന്താണ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. ദെൻ സപ്ലയർ മാനേജ്മെന്റ് എന്താണെന്ന് നോക്കാം. Supply management both easier and more effective ആണ്. This can track contributions being made by suppliers to the current supply chain. This information is used to renegotiate contract or any chain supplies, cutting the cost without disrupting supply. Supply നമുക്ക് എന്താണ്, അതിൽ ഒരു ബുദ്ധിമുട്ട് ഇല്ലാതെ തന്നെ കോസ്റ്റ് കട്ട് ചെയ്യാനും അതേപോലെ തന്നെ അതിൽ നെഗോഷിയേറ്റ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള ആ ഒരു ടൂളിനാണ് സപ്ലയർ മാനേജ്മെന്റ് ടൂൾസ് എന്ന് പറയുന്നത്. ദെൻ മാനേജിങ് ബിഡ്സ് ആൻഡ് സ്പെൻഡിങ്. The ended procure to pay system setup and manage efficiently. This also help one to take a closer look at how much it being spent by the time and take for the production. The overall goal is to optimize production planning by cutting down the warehouse space, inventory cost. അതായത് കൂടുതലായിട്ടും സ്പെൻഡിങ് കുറച്ചിട്ട് നമുക്ക് ആ ഒരു സ്ഥാനത്തേക്ക് എന്ത് വരിക എന്നുള്ളതാണ്, പ്രോഫിറ്റ് വരിക എന്നുള്ളതാണ്. എന്ത്, മാനേജിങ് ബിഡ്സ് ആൻഡ് സ്പെൻഡിങ് എത്രത്തോളം കുറച്ചിട്ട് നമുക്ക് എത്രത്തോളം അതിൽ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സ് കൊണ്ടുവന്നിട്ട് എത്രത്തോളം നമുക്ക് എഫിഷ്യൻ്റ്ലി ആയിട്ട് മാനേജ് ചെയ്തിട്ട് എന്തൊക്കെ നമുക്ക് നല്ല രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിൻ്റെ ടൂളാണ് ഇത്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ടു റൺ ആൻ എഫക്റ്റീവ് ലീൻ ഇൻവെന്ററി ഓപ്പറേഷൻ one need ever-changing demand for goods from clients and consumers. The available tools not only to provide insight into past trends, but it also create forecast of the future need. Through utilizing past trends or real-time data, supply chain software can help one anticipate future consumers demand. അതായത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അടുത്ത ഡിമാൻഡ് എന്തായിരിക്കും, കഴിഞ്ഞ ഡിമാൻഡുകളും കാര്യങ്ങളും ട്രെൻഡുകളും അവിടെ ഉണ്ടായിരുന്ന റിയൽ ടൈം ഡാറ്റ ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്താണ് നെക്സ്റ്റ് ആയിട്ടുള്ള ഫ്യൂച്ചറിലുള്ള ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ്, കൊളാബറേഷൻ പോർട്ടൽ ടൂൾസ്. ഇത് നിനക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു സപ്ലൈ ചെയിനിന്റെ കമ്മ്യൂണിക്കേഷനെ എന്ത് ചെയ്യുന്നുണ്ട്, പെർട്ടൈൻ ചെയ്യുന്നുണ്ട്. ഇതന്നെ എന്താണ്, ഈ പോർട്ടല് ആൾ കൺസേൺ പാർട്സ് അസറ്റ് പ്രൊഡക്ഷൻ പ്രോഗ്രസസ് എന്നാണ്. ഈ ഒരു കൊളാബറേഷൻ പോർട്ടൽസ് പ്രൊഡക്ഷൻ പ്രോഗ്രസിനെ ആക്സസ് ചെയ്യുന്നുണ്ട്. പ്രൊഡക്റ്റ് സ്പെസിഫിക്കേഷൻ, പർച്ചേസ് ഓർഡർ, ഷിപ്മെന്റ് ഹിസ്റ്ററി ആൻഡ് സോ ഓൺ, ഇങ്ങനത്തെ എല്ലാത്തിനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കൊളാബറേഷൻ പോർട്ടൽ ടൂള് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അലോ ഫോർ ട്രാൻസ്പെറൻസി ഇൻ സപ്ലൈ ചെയിൻ. ഒരു ട്രാൻസ്പെറൻസി ക്രിയേറ്റ് ചെയ്യണം. ഏതൊക്കെ രീതിയിൽ ഓർഡർ ഇഷ്യൂസും അവിടെ എവിടെയെങ്കിലും കൺസ്ട്രെയിൻസ് ഉണ്ടോ, ബോട്ടിൽ നെക്ക് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഒക്കെ കൊളാബറേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആ മാറ്ററൊക്കെ മാറ്റുക എന്നുള്ളതാണ്. ദെൻ അനലൈറ്റീസ് ആൻഡ് റിപ്പോർട്ടേഴ്സ് ടൂൾസ്. അതെന്താണ്, after the supply chain software collect information, analytics and reporting tools are the important effective way to move forward. Analytics is one of the most important technologies in an effective supply chain. Data collected is comprehensive and beyond inventory shipment can give information only every sector of a company. ഒരു കമ്പനീൻ്റെ എല്ലാ മേഖലകളിലും എന്തുണ്ടാവുക, എഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നോളജി, അതേപോലെ തന്നെ എന്താണ് എഫക്റ്റീവ് സപ്ലൈ ചെയിൻ ഉണ്ടാകുക. പിന്നെന്താണ്, എല്ലാ സ്ഥലത്തും എന്താണ് ഡാറ്റ കളക്ട് ചെയ്തെടുക്കുക, എപ്പോഴും അത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക, റിപ്പോർട്ട് അത് കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു മിസ്റ്റേക്ക് വരാതെയും അതേപോലെ എന്ന മിസ്റ്റേക്ക് ആവർത്തിക്കാതെയും ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അത് സഹായിക്കും. ദെൻ സെക്യൂരിറ്റി ടൂൾസ്. എന്തൊക്കെയാണ് സെക്യൂരിറ്റി റൂൾസ്? നമുക്ക് അവിടെ എന്താണ് ഡാറ്റ തെഫ്റ്റ് സംഭവിക്കുക, അതേപോലെ തന്നെ ഏതെങ്കിലും ടൈപ്പിലുള്ള പ്രോബ്ലംസോ അല്ലെങ്കിൽ നമ്മളെ ബിസിനസ്സിലുള്ള ഡാറ്റേൻ്റെ തെഫ്റ്റ് സംഭവിക്കുക, നമ്മൾ മാത്രം ഒതൻറ്റിക്കായിട്ട് വെച്ചിട്ടുള്ള പേഴ്സണൽ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാം, പാസ്വേഡ് സ്റ്റോർ ചെയ്യാം, പിന്നെ എന്താണ് ക്രെഡിറ്റ് കാർഡ്സിലൊക്കെ ഇഷ്യൂ വരാം. അപ്പം എന്താണ്, ഇൻഫർമേഷൻ എന്നുള്ള ഒരു സെക്യൂരിറ്റി ടൂൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കൊക്കെ എന്തൊക്കെ ആക്സസ് ചെയ്യുക എന്നുള്ളതിന് ഒരു ലിമിറ്റ് ആക്സസ് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ആക്സസ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
someone accidentally misusing the information എന്നുള്ള ആ ഒരു റിസ്ക് നമുക്ക് എന്താണ് കുറക്കാൻ പറ്റും. കംപ്ലൈൻസ് ടൂൾസ് എന്താണ്? ഗ്രോയിങ് കൺസേൺ amongst consumers in knowing where the products are made and how they are produced. As a result, suppliers are concerned to ensure that their standards comply with industry, government policies and consumer expectation. Also, it enables easy access of records to establish complaints in the event of an audit. ഓഡിറ്റിന്റെ സമയത്ത് കംപ്ലൈൻസ് ഒന്നും ഇല്ലാതെ ഇരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇത് എൻഷുർ ചെയ്യുന്നത്. അതായത് എങ്ങനെയൊക്കെ കംപ്ലൈൻസ് ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. ചിലപ്പോൾ എന്താണ്, അവർക്ക് അറിയണം ആ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ. അപ്പൊ എന്താണ്, ഒരു സ്റ്റാൻഡേർഡ് എപ്പോഴും ആ ഒരു ഇൻഡസ്ട്രിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അതേപോലെ തന്നെ ആ ഒരു ഇൻഡസ്ട്രി ഗവൺമെന്റ് പോളിസിക്ക് അനുസരിച്ചിട്ടാണോ കസ്റ്റമർ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ടാണോ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ ദെൻ എന്താണ് ഇതിലുണ്ടാകുന്ന ചലഞ്ചസ്, എന്തൊക്കെ ചലഞ്ചസ് ആണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ ഉണ്ടാവുക നോക്കാം. മാനുഫാക്ചറിംഗിൽ എന്തൊക്കെ ചലഞ്ചസ് ആണ് ഉണ്ടാവുക? The production department is responsible for coordinating production schedules, determining how long manufacturing process of a product will take, and keeping track for inventory finished product. The materials analyst keep track of inventory and material schedules and coordinates മെറ്റീരിയൽസ് വിത്ത് പ്രൊഡക്ഷൻ ഷെഡ്യൂൾസ്. അതായത് മാനുഫാക്ചർ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ട് ഇന്ന സാധനങ്ങൾ ഇന്ന സമയത്ത് എത്തണം, ഇന്ന സാധനങ്ങൾ ഇവിടെ പോകണം, ഈ ഒരു ടൈം ആകുമ്പോഴത്തേന് അത് നീങ്ങണം, അങ്ങനെയൊക്കെയുള്ള ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ? എല്ലാ കാര്യങ്ങളാണ് എന്ത് ചലഞ്ചസ് ഉള്ളത്. അല്ല അവിടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാനുഫാക്ചറിന്റെ ആ ഒരു ഫസ്റ്റത്തെ ആ ഒരു കാര്യം തന്നെ അവിടെ തന്നെ എന്താണ്, അവിടെ ഒരു കൺസ്ട്രെയിൻസ് വന്നു. Then data analysis. Data management by data analyst, data acquisition engineer, data manager, data administrator or statistician is a key component in supply chain. A proper understanding and analyzing of these data helps supply chain work efficiently. In fact, data analysis and management are vital within SCM since all processes involved in serving consumer efficiency have to be data driven. എല്ലാം ഡാറ്റ അനാലിസിസ് വഴിയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡാറ്റ മാനേജർ, എഞ്ചിനീയർ, അനലിസ്റ്റ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ആ ഒരു എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ് കസ്റ്റമറിനെ ഡയറക്റ്റ് എന്ത് ചെയ്യും, അത് അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. Then procurement is focusing primarily on identifying and purchasing the raw materials and needed to create produce is a key part of what keeps supply chains going. Is a wide range within this, from this procurement analyst focusing on the specific aspect of purchasing to purchasing managers who oversees the purchasing decision for the entire organization. പ്രൊക്യൂർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായുള്ള സാധനങ്ങൾ എവിടെ നിന്നൊക്കെ കിട്ടുക, എങ്ങനെയൊക്കെയാണ് നമ്മൾ അത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് ഏരിയയിൽ എങ്ങനെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ആ ഒരു ഡിസിഷൻ എന്താണ് എൻ്റർ ഓർഗനൈസേഷനെ എന്ത് ചെയ്യും ബന്ധപ്പെട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു തെറ്റോ മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബയാസോ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു ചലഞ്ചാണ്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ. ഗെറ്റിംഗ് പ്രോഡക്ട്സ് ഇൻ ടു ഹാൻഡ്സ് ഓഫ് കൺസ്യൂമർ ഈസ് ദ മെയിൻ ഗോൾ ഓഫ് സപ്ലൈ ചെയിൻ ആൻഡ് മീറ്റിംഗ് ദിസ് ഗോൾ ഈസ് പോസിബിൾ ത്രൂ ട്രാൻസ്പോർട്ടേഷൻ. നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കയ്യിൽ എത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, കസ്റ്റമറിന്റെ കയ്യിൽ എത്തണം ഉണ്ടെങ്കിൽ എന്താണ് ഒരു ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമുണ്ട്. അപ്പൊ ഏത് ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്യേണ്ടത് അത് അനലൈസ് ചെയ്യുക. ലോജിസ്റ്റിക്സ് അനലിസ്റ്റുകൾ എന്തൊക്കെയാണ് അതിൽ പ്രൈമറി ഫോക്കസ് കൊടുക്കേണ്ടത്, ആ ഒരു സാധനം ഫാക്ടറി ടു കൺസ്യൂമറിന്റെ അടുത്ത് എത്തണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെ ട്രാൻസ്പോർട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് നോക്കുക. അതിലൊക്കെ ആ അനാലിസിസിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അതൊക്കെ ഒരു ചലഞ്ചസ് ആണ്. കസ്റ്റമർ സർവീസ് ഒരു ക്രൂഷ്യൽ പാർട്ടാണ്. അത് എന്ത് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ എ ബിസിനസ് ആൻഡ് എ കൺസ്യൂമർ എന്നുള്ളത്. കസ്റ്റമർ സർവീസ് എൻഷുർ ദാറ്റ് കസ്റ്റമേഴ്സ് ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രൊഡക്റ്റ് ദേ റിസീവ്. ദർ ആർ മെനി റോൾസ് ഫ്രം അക്കൗണ്ട് സ്പെഷ്യലിസ്റ്റ് അറ്റ് എ ലോജിസ്റ്റിക്സ് ഫേംസ് വർക്കിംഗ് ടു കോർഡിനേറ്റ് പ്രൊഡക്റ്റ് ഷിപ്മെന്റ് ആൻഡ് റിസോൾവ് കസ്റ്റമർ ഇഷ്യൂസ്. അതായത് ഇതിൽ പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതാണ്, അതേപോലെ തന്നെ കസ്റ്റമറിന്റെ ഫീഡ്ബാക്ക്. അപ്പൊ ഈ രണ്ട് സാധനങ്ങളും എന്താണ് കസ്റ്റമറിന്റെ സർവീസ് എന്നുള്ളത് അത്രക്കും നമ്മൾ കസ്റ്റമറിന് സർവീസ് കൊടുക്കുക, അതൊക്കെ അവരുടെ പോസ്റ്റ് ആയിട്ടുള്ള ബൈയിങ് പ്രോസസ്സിനെ അത് ബാധിക്കും. അപ്പൊ അത് ബാധിക്കാതെ നല്ല രീതിയിലുള്ള ഷിപ്മെന്റ് ഉണ്ടോ, അത് കസ്റ്റമറിന്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്തോ, കസ്റ്റമർ അതിൽ ഓക്കെ ആണോ, കസ്റ്റമറിന്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തോ എന്നൊക്കെ ഉള്ളത് ഒക്കെയാണ് കസ്റ്റമർ സർവീസ്. അതേപോലെ തന്നെ എന്തെങ്കിലും ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക. അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ.